ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബുദ്ധമതത്തെക്കുറിച്ചിട്ടാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഈ ഭാഗം വരുന്നത് ദുഃഖങ്ങളുടെ കാരണം തേടിയ ഗൗതമ ബുദ്ധൻ എന്ന ഹെഡിങ്ങോട് കൂടിയാണ്. ബുദ്ധമതത്തെക്കുറിച്ച് കുറച്ച് ഐഡിയ തരണ ഒരു വിവരണം കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ദിഘാനികയിൽ ശ്രീബുദ്ധൻ ദൈർഘ്യമേറിയ പ്രഭാഷണങ്ങളിൽ 31-ാമത്തെ സൂക്തത്തിൽ ബുദ്ധമതത്തിൽ പുതുതായി ചേർന്ന യുവാവിനോട് ശ്രീബുദ്ധൻ പറയുന്നത് ഇപ്രകാരമാണ്: കുടുംബജീവിതത്തിൽ പുരുഷനും സ്ത്രീയും പരസ്പരം ആദരവോടെ ജീവിക്കേണ്ടതും രണ്ടുപേരും തങ്ങളുടേതായ ചുമതലകൾ കൃത്യമായി നിർവഹിക്കേണ്ടതുമാണ്. ഇതുകൂടാതെ തൊഴിലുടമകൾ തങ്ങളുടെ സേവകരോടും തൊഴിലാളികളോടും മര്യാദയോടെ പെരുമാറണം. അവരുടെ ശാരീരിക ക്ഷമതയിലും കൂടുതൽ ഭാരമുള്ള ജോലികൾ അവരെക്കൊണ്ട് ചെയ്യിക്കരുത്. അവർക്ക് ആവശ്യമായ ആഹാരവും ന്യായമായ കൂലിയും നൽകണം. ശാരീരിക മാനസിക അവശതകളിൽ അവരെ സംരക്ഷിക്കണം. തൊഴിലാളികളാവട്ടെ അവരുടെ ന്യായമായ വേതനത്തിൽ തൃപ്തരായി നന്നായി ജോലി ചെയ്യണം. തങ്ങളുടെ തൊഴിലുടമയുടെ അന്തസ്സ് നിലനിർത്തണം. ബുദ്ധൻ്റെ ഉപദേശങ്ങളും തത്വങ്ങളും വളരെ ലളിതവും പ്രായോഗികവുമായിരുന്നു. വേദങ്ങളെയും യാഗങ്ങളെയും ജാതി വ്യവസ്ഥയും ബുദ്ധൻ നിരാകരിച്ചു. ബുദ്ധൻ മുന്നോട്ട് വെച്ച ഗംഗാതടത്തിലെ പുതിയ സാഹചര്യങ്ങൾ ഇണങ്ങുന്ന ആശയമാണ് അഹിംസ എന്ന് പറയുന്നത്. കാർഷിക വൃത്തിയിൽ കൃഷിക്കായി നിലമൊരുക്കാനും കച്ചവട വസ്തുക്കൾ കൊണ്ടുപോകുവാനും കന്നുകാലികൾ ആവശ്യമായിരുന്നു. യാഗങ്ങളിൽ കന്നുകാലികളെ വ്യാപകമായി ബലി നൽകിയത് കൃഷിയെയും ചരക്കു നീക്കത്തെയും പ്രതികൂലമായി ബാധിച്ചു. യാഗങ്ങൾക്കെതിരായി ബുദ്ധൻ്റെ നിലപാട് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടവരെ ആകർഷിച്ചിരുന്നു. സാധാരണക്കാരൻ്റെ ഭാഷയായിരുന്ന പാലി ഭാഷയിലാണ് ബുദ്ധൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു പോന്നിരുന്നത്. ഇനി ഗൗതമ ബുദ്ധൻ്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യമായി സിദ്ധാർത്ഥൻ എന്നാണ് യഥാർത്ഥ പേര്. നേപ്പാളിലെ കപിലവസ്തുവിലുള്ള ലുംബിനിയിൽ ജനിച്ചു. ബീഹാറിലെ ബുദ്ധഗയിൽ വെച്ചാണ് ബോധോദയം നേടിയത്. സാരനാഥിൽ വെച്ച് ആദ്യമായി അദ്ദേഹം പ്രഭാഷണം നടത്തി. കുശിനാരയിൽ അഥവാ കുശിനഗരത്തിൽ വെച്ച് നിർവ്വാണം പ്രാപിച്ചു. ഇനി നമുക്ക് ബുദ്ധൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങളെക്കുറിച്ച് നോക്കാം. പ്രധാനമായും 4 തത്വങ്ങളാണുള്ളത്. ജീവിതം ദുഃഖമയമാണ്. ആശയാണ് ദുഃഖത്തിന് കാരണം. ആശയെ നശിപ്പിച്ചാൽ ദുഃഖം ഇല്ലാതാക്കാം. ഇതിന് അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കണം. ഇനി അഷ്ടാംഗമാർഗം എന്ന് പറയുന്നത് ശരിയായ വീക്ഷണം, ശരിയായ വാക്ക്, ശരിയായ ജീവിതം, ശരിയായ സ്മരണ, ശരിയായ ചിന്ത, ശരിയായ പ്രവൃത്തി, ശരിയായ പരിശ്രമം, ശരിയായ ധ്യാനം. ഈ അഷ്ടാംഗമാർഗത്തിലൂടെ മാത്രമേ എന്ത് നേടാൻ കഴിയുള്ളൂ? ആശയെ നശിപ്പിക്കാൻ കഴിയൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഷ്ടാംഗമാർഗം മധ്യമാർഗം എന്നും അറിയപ്പെടുന്നുണ്ട്. മധ്യമാർഗം എന്ന് വെച്ചാൽ ഒരു വ്യക്തി കഠിനമായി സന്യാസം സ്വീകരിക്കുന്നതിനെ ബുദ്ധൻ വിലക്കുന്നുണ്ട്. അതുപോലെ ആർഭാട ജീവിതം നയിക്കുന്നതിനെയും ബുദ്ധൻ നിരാകരിക്കുന്നു. രണ്ടിനും ഇടയിലുള്ള മധ്യമാർഗത്തെയാണ് ബുദ്ധൻ നിർദ്ദേശിക്കുന്നത്. ബുദ്ധമതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്തൂപങ്ങൾ എന്ന് പറയുന്നത്. സ്തൂപങ്ങൾ എന്ന് വെച്ചാൽ ബുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളോ ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത സ്ഥലങ്ങളിൽ നിർമ്മിച്ചിരുന്ന കെട്ടിടങ്ങളെയാണ് സ്തൂപങ്ങൾ എന്ന് പറയുന്നത്. സ്തൂപങ്ങൾ നിർമ്മിച്ചിരുന്നത് അർദ്ധവൃത്താകൃതിയിലായിരുന്നു. കൊത്തുപണികളാൽ സമ്പന്നമാണ് സ്തൂപങ്ങൾ. സാഞ്ചി, സാരനാഥ് എന്നിവിടങ്ങളിലെ സ്തൂപങ്ങൾ പ്രസിദ്ധമാണ്. ബുദ്ധമത പ്രചാരണത്തിനായി സന്യാസിമാരുടെ സംഘങ്ങൾ രൂപീകരിച്ചിരുന്നു. ജാതിലിംഗ പരിഗണനകളൊന്നും കൂടാതെ എല്ലാവരെയും സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംഘത്തിലെ സ്ത്രീകളെ ഭിക്ഷുണികൾ എന്നും പുരുഷന്മാരെ ഭിക്ഷുക്കൾ എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. ചർച്ചകളിലൂടെയും ഭൂരിപക്ഷ അഭിപ്രായത്തിലൂടെയുമായിരുന്നു സംഘങ്ങളിൽ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നത്. പിൽക്കാലത്ത് ബുദ്ധമതം മഹായാനം, ഹീനയാനം എന്നിങ്ങനെ 2ആയി പിരിഞ്ഞു. ബുദ്ധനെ ദൈവമായി ആരാധിച്ചവരാണ് മഹായാനക്കാർ. സമൂഹത്തിൽ ജനാധിപത്യ ബോധവും മൂല്യബോധവും വളർത്തുന്നതിന് ബുദ്ധമത സംഘത്തിൻ്റെ പ്രവർത്തന രീതി സഹായിച്ചിട്ടുണ്ട്. പ്രാചീന ലോകം ഇന്ത്യയെ തിരിച്ചറിഞ്ഞത് ബുദ്ധമതത്തിലൂടെയായിരുന്നു. ബുദ്ധമതം പ്രചരിച്ച പ്രദേശങ്ങളാണ് ചൈന, ജപ്പാൻ, ബർമ്മ, ടിബറ്റ്, അഫ്ഗാനിസ്ഥാൻ, തെക്കുകിഴക്കൻ ഏഷ്യ, ശ്രീലങ്ക തുടങ്ങിയവ. ഇനി കേരളവും ബുദ്ധമതവും തമ്മിലുള്ള ബന്ധം നോക്കാം. ബുദ്ധവിശ്വാസങ്ങൾ കേരളത്തിലും പ്രചാരത്തിലുണ്ടായിരുന്നു. പുരാതന തമിഴ് കൃതിയായ മണിമേഖലയിലെ നായികയായ മണിമേഖല ബുദ്ധമതം സ്വീകരിക്കുന്നതായി പറയുന്നുണ്ട്. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ബുദ്ധമത പ്രതിമകളും മറ്റ് ചില ശേഷിപ്പുകളും ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിലെ ചില വാക്കുകളും സ്ഥലനാമങ്ങളും ബുദ്ധമത സ്വാധീനത്തെ സൂചിപ്പിക്കുന്നതാണ്.